എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വീഡിയോയിൽ ഓട്ടോ ആൻസിലറി സെക്ടറിൽ നിന്നുമുള്ള ഒരു മികച്ച കമ്പനിയെ നമുക്ക് പരിചയപ്പെടാം. എൻഡ്യൂറൻസ് ടെക്നോളജീസ് ലിമിറ്റഡ് ആണ് ഈ കമ്പനി. എൻഡ്യൂറൻസ് ടെക്നോളജീസ് ലിമിറ്റഡ് ഇന്ത്യ ആസ്ഥാനമായുള്ള ഒരു ആഗോള ഓട്ടോമോട്ടീവ് ഘടകങ്ങളുടെ നിർമ്മാതാവാണ്. 1985 തൻ്റെ ബന്ധുകൂടിയായ ബജാജ് ഗ്രൂപ്പ് ഓഫ് കമ്പനികളുടെ ചെയർമാനായ ശ്രീ രാഹുൽ ബജാജിന്റെ സഹായത്തോടെ ശ്രീ അനുരാഗ് ജെയിനാണ് ഈ കമ്പനി ആരംഭിച്ചത്. തുടക്കത്തിൽ ബജാജ് ഓട്ടോയുടെ അലുമിനിയം ഡൈകാസ്റ്റിംഗ് ജോലികൾ മാത്രമാണ് കമ്പനി ചെയ്തിരുന്നത്. 2004 വരെ ബജാജ് ഓട്ടോ മാത്രമായിരുന്നു ഈ കമ്പനിക്ക് ഏക ക്ലയന്റ് ആയിട്ടുണ്ടായിരുന്നത്. 2004 ശേഷമാണ് കമ്പനി വിവിധ വിഭാഗങ്ങളിലേക്ക് കടക്കുന്നത്. ഇന്ന് ഇന്ത്യയിലെ ഏറ്റവും വലിയ 2 വീലർ 3 വീലർ വാഹന ഘടക നിർമ്മാതാക്കളും ഏറ്റവും വലിയ അലുമിനിയം ഡൈകാസ്റ്റിംഗ് നിർമ്മാതാക്കളുമാണ് ഈ കമ്പനി. ഇപ്പോൾ ഇന്ത്യ കൂടാതെ ഇറ്റലി, ജർമ്മനി അടങ്ങിയ യൂറോപ്പ് മേഖലയിലും കമ്പനിക്ക് പ്രവർത്തനമുണ്ട്. ഇന്ത്യയിൽ ഇരുചക്ര മുച്ചക്ര വാഹനങ്ങളുടെ ഒറിജിനൽ ഉപകരണ നിർമ്മാതാക്കൾ അഥവാ OEM കമ്പനികളാണ് പ്രധാനമായും എൻഡ്യൂറൻസിന്റെ ക്ലയന്റ് ലിസ്റ്റിൽ ഉള്ളത്. കമ്പനിയുടെ ഉൽപ്പന്നങ്ങളിൽ അലുമിനിയം കാസ്റ്റിംഗ്, സസ്പെൻഷനുകൾ, ട്രാൻസ്മിഷൻ, ബ്രേക്കിംഗ്, ബാറ്ററി മാനേജ്മെന്റ് സിസ്റ്റങ്ങൾ എന്നിവ ഉൾപ്പെടുന്നു. യൂറോപ്പിൽ 4 വീലർ OEM നിർമ്മാതാക്കളായ വൻ കമ്പനികൾക്കു വേണ്ടി അലുമിനിയം കാസ്റ്റിംഗുകൾ നിർമ്മിക്കുന്നു. കൂടാതെ ഇരുചക്ര വാഹന ഘടകങ്ങൾക്ക് ആഫ്റ്റർ മാർക്കറ്റ് സേവനങ്ങളും ഈ കമ്പനി വാഗ്ദാനം ചെയ്യുന്നു. കമ്പനിക്ക് നിലവിൽ ഏകദേശം 31 നിർമ്മാണ പ്ലാന്റുകളുണ്ട്. അതിൽ 19 എണ്ണം ഇന്ത്യയിലും 12 എണ്ണം വിദേശ രാജ്യങ്ങളിലുമാണ്. ABS മോഡുലേറ്റർ, EV 2 വീലറിനുള്ള അലോയ് വീൽ, ക്ലച്ച്, 2 വീലർ അലോയ് വീൽ, 2 വീലർ ബ്രേക്ക് ഡിസ്ക് എന്നിവ ഇതിന്റെ 2 വീലർ ഉൽപ്പന്നങ്ങളിൽ പെടുന്നു. ഇതിന്റെ 4 വീലർ ഉൽപ്പന്നങ്ങളിൽ പാസഞ്ചർ വെഹിക്കിൾ ടോർക്ക് കൺവേർട്ടർ ഹൗസിംഗ്, പാസഞ്ചർ വെഹിക്കിൾ എഞ്ചിൻ മൗണ്ടിംഗ് ബ്രാക്കറ്റ് എന്നിവ ഉൾപ്പെടുന്നു. ഇനി ഈ കമ്പനിയുടെ ഭാവിയിലേക്കുള്ള വളർച്ച എങ്ങനെയായിരിക്കുമെന്ന് പരിശോധിച്ചതിന് ശേഷം ഓഹരിയുടെ വിശദാംശങ്ങളിലേക്ക് കടക്കാം. 2024 സാമ്പത്തിക വർഷത്തിലെ കണക്കനുസരിച്ച് കമ്പനിയുടെ വരുമാനത്തിന്റെ ഭൂരിഭാഗവും അലുമിനിയം ഡൈകാസ്റ്റിംഗിൽ നിന്നുമാണ്. അതിശക്തമായ കമ്പനികളാണ് എൻഡ്യൂറൻസിന്റെ ക്ലയന്റ് ലിസ്റ്റിൽ ഉൾപ്പെടുന്നത്. EV സെഗ്മെന്റിൽ നിന്നും എയ്തർ ബജാജ് ഓട്ടോ, ആംപെയർ, ഹോണ്ട മോട്ടോർ സൈക്കിൾ ആൻഡ് സ്കൂട്ടർ ഇന്ത്യ, മഹീന്ദ്ര ഇലക്ട്രിക്, ബൗൺസ്, ഹീറോ ഇലക്ട്രിക്, ഒക്കിനാവ, ടാറ്റ മോട്ടോഴ്സ് തുടങ്ങിയവ കൂടാതെ ഔഡി, പോർഷ, റോയൽ എൻഫീൽഡ് ഇന്ത്യ, യമഹ മോട്ടോഴ്സ്, സ്റ്റെലാൻറ്റിസ്, മെർസഡീസ്, ഹീറോ മോട്ടോകോപ്പ്, TVS മോട്ടോഴ്സ്, കിയ മോട്ടോഴ്സ് എന്നീ ശക്തമായ കമ്പനികളാണ് എൻഡ്യൂറൻസ് ടെക്നോളജീസിന്റെ ശക്തി. മൊത്തം വരുമാനത്തിന്റെ 40% വരുന്നത് കമ്പനിയുടെ ഏറ്റവും വലിയ ഉപഭോക്താവായ ബജാജ് ഓട്ടോ ലിമിറ്റഡിൽ നിന്നുമാണ്. തുടർന്ന് ഹോണ്ട MC ആൻഡ് സ്കൂട്ടറുകൾ 8%, ഔഡി, പോർഷ 7.4% സംഭാവന ചെയ്യുന്നു. ബിസിനസ് വിപുലീകരണത്തിനായി കമ്പനി ഈ അടുത്തായി കൈക്കൊണ്ട നടപടികൾ ശ്ലാഘനീയമാണ്. ഈ കഴിഞ്ഞ ഫെബ്രുവരിയിൽ വാലൂജിലെ സർഫേസ് മൗണ്ടിംഗ് ടെക്നോളജി ലൈനിൽ മാക്സ്വെല്ലിനായി ബാറ്ററി മാനേജ്മെന്റ് സിസ്റ്റങ്ങളുടെ വാണിജ്യ ഉൽപ്പാദനം ആരംഭിച്ചിരുന്നു. ഒരു ജാപ്പനീസ് കമ്പനിക്ക് വേണ്ടി സ്കൂട്ടർ സസ്പെൻഷനുകൾക്കായി കമ്പനി പുതിയ അസംബ്ലി ലൈനും വാലൂജിൽ സ്ഥാപിച്ചു. കൂടാതെ EV സ്കൂട്ടറുകൾ നിർമ്മിക്കുന്ന മറ്റൊരു ജാപ്പനീസ് ഇന്ത്യൻ OEM കമ്പനിക്കായി യന്ത്രവൽകൃത അലുമിനിയം കാസ്റ്റിംഗ് ഉൽപ്പാദനത്തിനായി വല്ലം, വാലൂജ് പ്ലാന്റുകൾ വികസിപ്പിക്കുന്ന പ്രവർത്തനങ്ങൾ നടന്നുവരുന്നു. ഒരു യൂറോപ്യൻ OEMനായി ട്രാൻസ്മിഷൻ ഹൗസുകൾ നിർമ്മിക്കുന്നതിനായി ഇറ്റലിയിലെ ചിവാസോയിൽ പുതിയ മെഷീനിങ്ങും അസംബ്ലി ലൈനുകളും ആരംഭിക്കുകയും ഇതിൽ നിന്നുള്ള ഉൽപ്പാദനം ഈ സാമ്പത്തിക വർഷം 1-ാം പാദത്തിൽ ആരംഭിക്കുകയും 2025 സാമ്പത്തിക വർഷത്തിലെ അവസാന പാദമാവുമ്പോഴേക്കും ഉൽപ്പാദനം ഉയർന്ന നിലയിലെത്തുകയും ചെയ്യുമെന്നാണ് കമ്പനി വ്യക്തമാക്കിയിരിക്കുന്നത്. 2024 സാമ്പത്തിക വർഷത്തിൽ വാലൂജിലെ ഫോർജിംഗ് ശേഷി വർഷത്തിൽ 1250 ടൺ ആയി ഉയർത്തിയിരുന്നു. മറ്റൊരു പുതിയ യൂണിറ്റ് കൂടി ചേർക്കുന്നതിലൂടെ നടപ്പ് സാമ്പത്തിക വർഷം 1-ാം പാദത്തിൽ തന്നെ ശേഷി 1750 TPA ആയി ഉയർത്തും.
ABS ശേഷി 4 ലക്ഷത്തിൽ നിന്ന് 6,40,000 യൂണിറ്റായി വർദ്ധിപ്പിക്കാനും അലോയ് വീൽ കപ്പാസിറ്റി വർഷത്തിൽ 4.5 മുതൽ 5.5 മില്യണായി ഉയർത്താനുമാണ് കമ്പനി ലക്ഷ്യമിടുന്നത്. കമ്പനിക്ക് ആകെ 4 R&D സെന്ററുകളാണുള്ളത്. 2024 സാമ്പത്തിക വർഷത്തിൽ ലഭിച്ച 27 പുതിയ പേറ്റന്റുകൾ ഉൾപ്പെടെ പേറ്റന്റുകളുടെ എണ്ണം 59ആയി. ഇതിനു പുറമെ 15 പുതിയ ഡിസൈൻ രജിസ്ട്രേഷൻ അപ്രൂവലുകളും ലഭിച്ചു. പുതിയ ഡിസൈൻ രജിസ്ട്രേഷൻ അപ്രൂവലുകൾ ചേർത്ത് ആകെ 39ആയി. കമ്പനിക്ക് ഇന്ത്യയിൽ 500-ൽ കൂടുതലും 31 രാജ്യങ്ങളിലായി 42-ൽ പരം വിതരണക്കാരുമുണ്ട്. കമ്പനിയുടെ ഔറംഗാബാദ് പ്ലാന്റിന് സമീപം 29 ഏക്കറിൽ വ്യാപിച്ചു കിടക്കുന്ന ഒരു ലോകോത്തര ടെസ്റ്റിംഗ് ഗ്രൗണ്ട് അടുത്തിടെ വികസിപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇത് ബ്രേക്ക് ഉൽപ്പന്നങ്ങളുടെ സമഗ്രമായ പരിശോധന നടത്താൻ കമ്പനിയെ പ്രാപ്തമാക്കുന്നു. കമ്പനിക്ക് നിലവിൽ ശക്തമായ ഓർഡർ ബുക്കാണുള്ളത്. കൂടാതെ അംഗീകാരത്തിനായി സമർപ്പിച്ചിട്ടുള്ള 1,840 കോടി രൂപയുടെ കൊട്ടേഷനുകൾ കൂടി ലഭിക്കുകയാണെങ്കിൽ ഓർഡർ ബുക്ക് കൂടുതൽ വളരുമെന്നാണ് മാനേജ്മെന്റ് ഈ അടുത്തായി വെളിപ്പെടുത്തിയിരിക്കുന്നത്. 2025 സാമ്പത്തിക വർഷത്തിൽ 1,580 കോടിയുടെയും ഇത് 2026 സാമ്പത്തിക വർഷം 2,380 കോടിയായും 2027-ൽ 2,690 കോടിയായും വർദ്ധിക്കുമെന്നാണ് എൻഡ്യൂറൻസ് വ്യക്തമാക്കിയിരിക്കുന്നത്. കമ്പനി MD ശ്രീ അനുരാഗ് ജെയിൻ ഈ അടുത്തായി വ്യക്തമാക്കിയത് ഇന്ത്യൻ ഇരുചക്ര വാഹന വിപണിയും യൂറോപ്യൻ കാർ വിപണിയും പുതിയ വാഹന വിൽപ്പനയിൽ വർഷാവർഷം പുരോഗതി കൈവരിച്ചുകൊണ്ടിരിക്കുന്നു. പക്ഷേ ഇപ്പോഴും പകർച്ചവ്യാധിക്ക് മുൻപുള്ള നിലയിൽ നിന്നും 90% താഴെയാണെന്നാണ്. ഇതാണ് ഈ കമ്പനിയുടെയും നിക്ഷേപകരുടെയും മുന്നോട്ടുള്ള പ്രതീക്ഷയും. കാരണം ഇപ്പോഴും കോവിഡ് മഹാമാരിക്ക് മുൻപുള്ളതിനേക്കാൾ 90% താഴെയാണ് ബിസിനസ് എങ്കിൽ മുന്നോട്ടുള്ള വർഷങ്ങൾ വാഹന വിൽപ്പന കുതിച്ചുയരുന്നതിനോടൊപ്പം ഈ കമ്പനിയുടെയും ബിസിനസ്സിലും ആ വളർച്ച പ്രതിഫലിച്ചേക്കാം. ഇനി ഈ കമ്പനിക്ക് മുന്നിലുള്ള വെല്ലുവിളികൾ എന്തെല്ലാമാണെന്ന് നോക്കാം. പ്രധാനമായും കമ്പനിക്ക് മുന്നിലുള്ള വെല്ലുവിളി യൂറോപ്പിലെ EV ഹൈബ്രിഡിലേക്കുള്ള ദ്രുതഗതിയിലുള്ള മാറ്റം കാരണം നിലവിൽ സർവീസ് ചെയ്യുന്ന ICE ഓർഡറുകളിൽ നിന്നുള്ള ഭാവി വരുമാനത്തിൽ കമ്പനി ഗണ്യമായ കുറവ് പ്രതീക്ഷിക്കുന്നു. ഇത് ഉൽപ്പന്ന മിശ്രിതത്തിൽ മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളുടെ പങ്ക് വർദ്ധിപ്പിക്കുന്നതിൽ കമ്പനി ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതിലൂടെ ഒരു പരിധിവരെ മറികടക്കാൻ ആകുമെന്നാണ് പല അനലിസ്റ്റുകളും കണക്കുകൂട്ടുന്നത്. മറ്റൊന്ന്, പണപ്പെരുപ്പം പോലെ സാമ്പത്തിക മേഖലയെ മൊത്തത്തിൽ ബാധിക്കുന്ന കാരണങ്ങൾ കൊണ്ട് വാഹന വിൽപ്പനയിൽ വരാൻ സാധ്യതയുള്ള ഇടിവുകളും ഈ കമ്പനിയുടെ പ്രകടനത്തെ ബാധിച്ചേക്കാം. ഇനി ഈ ഓഹരിയുടെ വിശദാംശങ്ങളിലേക്ക് കടക്കാം. ഈ കമ്പനിയുടെ നിലവിലെ വിപണി മൂല്യം 39,196 കോടിയാണ്. PE റേഷ്യോ 53.19%, ഇൻഡസ്ട്രി PE 40.27%. ഡെറ്റ് ഇക്വിറ്റി റേഷ്യോ 0.15%. പ്രൊമോട്ടേഴ്സിന് 75%, വിദേശ നിക്ഷേപ സ്ഥാപനങ്ങൾക്ക് 8.67%, ആഭ്യന്തര നിക്ഷേപ സ്ഥാപനങ്ങൾക്ക് 14.34%, ചില്ലറ നിക്ഷേപകർക്ക് 1.98% ഓഹരി പങ്കാളിത്തമാണുള്ളത്. ഇപ്പോൾ 2,574 രൂപ വിലയുള്ള ഈ ഓഹരിയുടെ ഒരു വർഷത്തെ ഉയർന്ന വില 3,061 രൂപ 30 പൈസയും താഴ്ന്ന വില 1,540 രൂപയുമാണ്. കഴിഞ്ഞ 5 വർഷത്തിൽ ഈ സ്റ്റോക്ക് 197%, ഒരു വർഷത്തിൽ 51.43% റിട്ടേൺ ആണ് കൊടുത്തിരിക്കുന്നത്. ദീർഘകാലത്തേക്ക് നേട്ടം തരാൻ സാധ്യതയുള്ള ഓട്ടോ സെക്ടറിൽ നിന്നുള്ള ഒരു മികച്ച ഓഹരി തന്നെയാണ് എൻഡ്യൂറൻസ് ടെക്നോളജീസ് ലിമിറ്റഡ്. കൂടുതൽ ഉപകാരപ്രദമായ വീഡിയോകൾക്കായി ചാനൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. As always, thanks much for watching and keep the comments coming.